ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിലെ ചീട്ടാണ് കേട്ടോ ഇത്. ചീട്ടെന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. നമ്മുടെ ക്യാമ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും സുക്കുമ്പയും കൂടിയിട്ടാണ് പോണത്. എനിക്ക് ഭയങ്കര പനിയാണ്. അപ്പോൾ ഇക്കാക്ക ഡ്യൂട്ടിക്ക് പോയേക്കാണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെയും വെയിറ്റ് ചെയ്യാനുള്ളൊരു നിവർത്തി എനിക്കില്ല. കാരണം എനിക്ക് അത്രയ്ക്കും വയ്യ, ഭയങ്കരമായിട്ട് പനിക്കുവാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് 91-ലാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അതായത് നമ്മുടെ യൂണിറ്റ് 57, അപ്പുറത്ത് ബറ്റാലിയൻ എന്ന് പറയുന്നത് 91 ആണ്. അപ്പോൾ അവിടെയാണ് ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്ന് പോകാനുണ്ട്. അപ്പോൾ ഞാനും സുക്കുമ്പിയും കൂടി നടന്ന് അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു മാസം മുതലേ ഭയങ്കര തണുപ്പ് തുടങ്ങിയേക്കാണ്. വെളുപ്പിനും രാത്രിയൊക്കെ വൈകിട്ടൊക്കെ ഭയങ്കര തണുപ്പാണ്. എല്ലാവരും സ്വെറ്റർ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെയിൽ വരും. പക്ഷേ വെയിലുണ്ടെങ്കിലും നമുക്ക് പുറത്തിറങ്ങി നടന്നാലും കാറ്റ് വീശണതൊക്കെ തണുത്ത കാറ്റായിട്ട് വീശണത്. അപ്പോൾ ഭയങ്കര ഒരു തരം ഇപ്പം എന്താ പറയുക, ഒന്നാമത് പനിയും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടാണ് എനിക്ക് വയ്യാണ്ട് അങ്ങോട്ട് ആയത് കേട്ടോ. നല്ല പനിയായിരുന്നു, വൈറസ് ഫീവറാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്താറായിട്ടു. നമ്മൾ നടന്ന് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നിപ്പം തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ആരെയും കാണുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ എക്സസൈസ് ചെയ്യാനും എല്ലാ കാര്യത്തിനായിട്ട് ആൾക്കാരും നമ്മുടെ പട്ടാളക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പം ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഉണ്ട് കേട്ടോ. കാറ് കിടക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ഡോക്ടർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാമ്പിലെ ഹോസ്പിറ്റലാണിത്. കാശൊന്നും കൊടുക്കണം കേട്ടോ, ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ ഇവിടെയാണ് ചീട്ട് എഴുതുന്ന സ്ഥലം. അത് കഴിഞ്ഞപ്പം എന്നെ എമർജൻസി റൂമിലോട്ട് കൊണ്ടുപോയി. അവിടുന്ന് പനി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. എനിക്ക് 107 ഡിഗ്രി പനി ഉണ്ടായിരുന്നു. അതൊക്കെ മുകളിലുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ മരുന്നൊന്നും കഴിക്കാതെയാണ് വന്നത്. ഒട്ടും വയ്യ, കണ്ടാൽ തന്നെ അറിയാൻ പാടില്ലേ എന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ അല്ല കേട്ടോ, ഇത് ഇവിടുത്തെ നഴ്സാണ്. ഇയാൾ എഴുതി തരും. അതിനുശേഷം ഡോക്ടറെ കണ്ടു, മരുന്ന് തന്നു. കുറേ മരുന്നും മന്ത്രമൊക്കെ തന്നിട്ടാണ് വിട്ടേക്കുന്നത്. ഇനി കുറഞ്ഞില്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് വരാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നേരെ ക്വാർട്ടേഴ്സിലോട്ട് പോവാം. നമ്മൾ നടന്നത് ക്വാർട്ടേഴ്സിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇനി പനി മാറിയില്ലെങ്കിൽ പുറത്ത് ഹോസ്പിറ്റലിൽ പോവാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇവിടെ ഇഞ്ചക്ഷൻ തരില്ല, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ